നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ എണ്ണകളൊക്കെയാണല്ലേ കാണിക്കുന്ന. പാക്കും മുടി വളരാനുള്ളത്, മുടി കൊഴിച്ചിൽ നിൽക്കാനുള്ളതിൻ്റെയൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നലെ എന്നോട് ഒരു കുട്ടി ചോദിച്ചു, ഇങ്ങനെ തലയിൽ നിറച്ചും താരനുണ്ട്, തല ഇങ്ങനെ മാന്തി ഇടുമ്പോൾ താരൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതിനൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം താരം പോകാനുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റെമഡി പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോയിൽ. താരം പോകാനുള്ളതും ഓരോരുത്തർക്കും എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെമഡീസാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാലും നമ്മുടെ പുതിയ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, ഫാമിലിയിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് അധികം പൈസയൊന്നും ചിലവില്ലാത്ത തരത്തിലുള്ള റെമഡിയാണ്. എനിക്കറിയാലോ, ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നും കോസ്റ്റ്ലി ആയിരിക്കില്ല. കോസ്റ്റ്ലി വെച്ചിട്ടുള്ളത് എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്നതിൽ കേട്ടോ, ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും കുറേ ആയുർവേദ ചെടികളൊക്കെ ഉണ്ട് അല്ലേ, കുറേ അറിയപ്പെടാതെ കുറേ ചെടികളുണ്ട്. നമ്മൾ ചിലർ പറിച്ച് കളയുന്ന ചെടികളുണ്ട് അല്ലേ, അതൊക്കെ നമുക്ക് ഈശ്വരൻ തരുന്നതാണ് ചെടികൾ. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഓരോ പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ചെടികൾ ഉപയോഗിക്കാം. ഇതെല്ലാം കൊണ്ട് നമുക്ക് പാക്ക് ആക്കിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ളതാക്കാം, ഹെയർ ഫോൾ തടയാനുള്ളത് ഉണ്ടാവാം, താരൻ കളയാനുള്ളതുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം മാത്രം മതി നമുക്ക് നമ്മുടെ മുടി സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള എണ്ണകൾ വാങ്ങിക്കുക, ഒരുപാട് ക്രീം തേക്കുക, ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അധികം പൈസ ചിലവില്ലാതെ എക്കണോമിക്കലായിട്ട് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് റെമഡീസാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ അതിലല്പം വില ഉള്ളത് ഇപ്പോൾ ഓയിലുകളൊക്കെ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഓയിലുകളും അതുപോലെയുള്ള ഈ പൊടികളും, ആയുർവേദ പൊടികളൊക്കെ നമ്മൾ മേടിച്ച് സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ അതുപോലെ താരൻ കളയാനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും പറ്റുന്നത് നീം ഇല അഥവാ നീം പൗഡർ. നീമിൻ്റെ മരമുള്ളവർ അതിൽ നിന്ന് ലീഫ് എടുത്തിട്ട് നമുക്ക് തേക്കാം. അതാണ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാത്തവർ, നീം ഇല്ലാത്തവർ ആര്യവേപ്പാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ മരങ്ങളില്ല, ലീഫ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലിക്കാർക്കാണെങ്കിലും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നീം പൗഡർ നമുക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, നീമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആര്യവേപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ പൗഡർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ താരൻ കളയാം. അതിൻ്റെ കൂടെ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഇൻഗ്രീഡിയൻസ്, ഇതിനധികം വിലയില്ല കേട്ടോ. ഇത് നമ്മളെ സോബാർക്ക് എന്ന് പറയും, അതായത് ഇഞ്ച. ഈ ഇഞ്ച നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചകിരി പോലെ എടുക്കുക, സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു പാത്രത്തിൽ മുക്കി വയ്ക്കാം. പാത്രത്തിൽ മുക്കി വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പത പോലെയുള്ള ഇതെല്ലാം, ഇതിൻ്റെ എസൻസ് എല്ലാം വെള്ളത്തിൽ, പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ ഇതിൻ്റെ എസൻസ് എല്ലാം ആ വെള്ളത്തിലുണ്ടാവും. അതും അല്ലെങ്കിൽ സമയമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കീറി നാര് പോലെ ഉണ്ട്, ഇത് കീറി ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ച് ഇതിൻ്റെ എസൻസ് മുഴുവനും ആ വെള്ളത്തിൽ വരും. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് ആ വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള നീം പൗഡർ കേട്ടോ, നീം പൗഡർ 1-2 സ്പൂൺ, നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും സ്പൂൺ ആവശ്യത്തിന് ഇതിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തലയോട്ടിലും തലമുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കഴുകാം കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഈ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി. ബാക്കി വെള്ളം, തിളച്ച് ആറിയ ബാക്കി വെള്ളം നമുക്ക് ലാസ്റ്റ് തല കഴുകാൻ ഉപയോഗിക്കാം. ഇത് കഴുകി കളയുമ്പോൾ ആ വെള്ളം ഇട്ടിട്ട് നമുക്ക് തല വാഷ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ ഇതൊക്കെ തേക്കുമ്പോൾ പേൻ ശല്യം ഉണ്ടാവില്ല കേട്ടോ, പേൻ ശല്യം ഉണ്ടാവില്ല, താരൻ്റെ ശല്യം ഉണ്ടാവില്ല, പിന്നെ ചെളിയും പൊക്കോളും കേട്ടോ. ഈ ഇഞ്ചിയൊക്കെ അതിനുള്ളതാണ്. നല്ല അതുപോലെ ഇത് നല്ല ഒരു
ഇതിൻ്റെ സെറം ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ നീം എടുക്കുമ്പോൾ നീം ഈ ഫംഗസിന് വരെ നല്ലതാണ്. തലോട്ടിൽ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ താരനുള്ളവർ, കൂടുതൽ സ്കിൻ പ്രോബ്ലം ഉള്ളവർ നമുക്ക് ഇതിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തേച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് അതിൽ നിന്ന് താരനെ നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റും. കൂടാതെ മുടി കൊഴിച്ചിൽ നിൽക്കും, ഫംഗസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറും, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും, ഫോളിക്കിൾസിനെ വികസിപ്പിക്കും, മുടി ഹെയർ ഇൻഡയറക്റ്റ്ലി ഇത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ കൂടി ബാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ്ലി ഇത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. മെയിൻലി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? താരൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും, പെയിൻ പോകും. ഇതന്നെ ഇത് കൂടാതെ ഇത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കുകയും ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇതിന് പല ഗുണങ്ങളാണുള്ളത് കേട്ടോ. നമ്മൾ പർപ്പസ് താരൻ പെയിൻ ആണെങ്കിലും ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും ഈ തരത്തിൽ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവരും, ഇത് അധികം കോസ്റ്റ്ലി അല്ലല്ലോ അല്ലേ, ഇഞ്ചിക്കൊന്നും അധികം വിലയില്ല. അപ്പോൾ ഇഞ്ച പിന്നെ ആര്യവേപ്പിൻ്റെ പൊടി വാങ്ങിച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൊടികൾ നമ്മൾ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് ഇതുപോലെയുള്ള പാക്കും ഹെയർ മാസ്ക് ഒക്കെ ഇടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ കറ്റാർവാഴ മെയിനാണ് കേട്ടോ. കറ്റാർവാഴയുടെ ചെടി പിടിപ്പിക്കാം. പിന്നെ കൂടാതെ നമുക്ക് ഒരു ചെടി കിട്ടിയാൽ മതി, അതിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ റൂട്ടിൽ നിന്ന് പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ കൂടാതെ ചെമ്പരത്തി പൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ചെമ്പരത്തി നട്ടുപിടിപ്പിക്കാം ഇല്ലാത്തവർ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തിനാണ്? ഹെയർ കെയറിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മുടി ഭയങ്കരമായിട്ട് നല്ല കൂളിംഗ് ഉണ്ടാവും, തലയ്ക്ക് വരെ കൂളിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഷാമ്പു ഇട്ട് തേച്ച് കളയുമ്പോഴുള്ള ആ ഒരു ചിലവർക്ക് തലവേദനയൊക്കെ ഉണ്ടാവും അല്ലേ, അത് കെമിക്കൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി തലവേദന ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ നെല്ലിക്കപ്പൊടി പോലെയുള്ള ഇരട്ടി മധുരം അതൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചോളൂ, ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഓർക്കുക, ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പറട്ടുക, താരം കളയുക, മുടി ഭംഗിയായി നോക്കുക, ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിൽ മുടി പിടുത്തി പിന്നെ കെട്ടിയിടാം. ഏറ്റവും ധാരാളം വെള്ളം കുടിക്കുക, പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഡയറ്റ് നോക്കുന്നവർ പ്രോട്ടീൻ ഒന്നും കുറയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, മുടി വളർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ കാണാം.